എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ ഓക്സിലറി വേർബ്സിനെ കുറിച്ചാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് മോഡൽ ഓക്സിലറി വേർബ്സ്. വാട്ട് ഈസ് മോഡൽ ഓക്സിലറി വേർബ്സ്? Modal verbs are a kind of auxiliary verb. They facilitate the main verb for suggesting potential, expectations, permission, ability, possibility and obligation. Modal auxiliary verb ഒരു ഹെൽപ്പിംഗ് verb തന്നെയാണ്. എന്നാൽ ഇവ ഒരു കഴിവിനെ അല്ലെങ്കിൽ സാധ്യതകളെ, പ്രതീക്ഷകളെ, അനുവാദം ചോദിക്കാൻ, ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമ എന്നിവ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മോഡൽ ഓക്സിലറി വെർബും പ്രൈമറി ഓക്സിലറി വെർബും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് അവയുടെ അർത്ഥത്തിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മോഡൽ ഓക്സിലറി വെർബിനും കൃത്യമായ ഓരോ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിക്ക് അനുസരിച്ചാണ് അവ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ടൈപ്സ് ഓഫ് മോഡൽ ഓക്സിലറി വെർബ്സ്. മോഡൽ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അവയെ വ്യക്തമായി ഓരോന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാം. Model auxiliary verbs are will, would, shall, should, can, could, may, might. Must, ought to, need to, used to, dare. ഇവയാണ് മോഡൽ ഓക്സിലറി വേർബ്സ്. ഇനി ഇവയുടെ എല്ലാം പാസ്റ്റ് ഫോം ആണ് നമ്മൾ നോക്കുന്നത്. വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്, ഷാളിൻ്റെ ഷുഡ്, ക്യാനിൻ്റെ കുഡ്, മേയുടേത് മൈറ്റ്. Now let's examine each one. First, will and would. Will indicate a willingness to do something to the future. The negative form of will, want, indicates an unwillingness, refusal, reluctance to do something. Will ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിക്കുക. ഭാവി കാലത്തിൽ വില്ലിങ്നെസ്സിനെ സൂചിപ്പിക്കാൻ, അതായത് ഞാൻ വില്ലിംഗ് ആണ്, തയ്യാറാണ് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. വില്ലിൻ്റെ നെഗറ്റീവ് ഫോമിനെ വോണ്ട് എന്നാണ് പറയുക. വോണ്ട് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്, ഞാൻ റെഡിയല്ല, തയ്യാറല്ല എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. വിൽ നോട്ട് എന്നുള്ളത് വോണ്ട് എന്നാണ് നമ്മൾ എഴുതുക. റെഫ്യൂസൽ എന്നാണ് എന്ത് അർത്ഥം വരിക. ഇനി നമ്മൾ അതിന് ഓരോന്നിനും എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ഗീവ് യു another opportunity. സെക്കൻഡ്, ഐ വിൽ പ്ലേ ടുമോറോ. തേർഡ്, they will arrive at 10 AM. എല്ലാം ഫ്യൂച്ചർ ടെൻസിലെ പ്രവൃത്തിയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു അവസരം നൽകും, ഞാൻ നാളെ കളിക്കും, അവർ 10 മണിയാവുമ്പോൾ വന്നേക്കും പറഞ്ഞിരിക്കുന്നത്. വുഡ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് വിൽ, നമുക്കറിയാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് വുഡ്? വുഡ് ഇൻഡിക്കേറ്റ് ജനറൽ ഓർ റിപ്പീറ്റഡ് വില്ലിങ്നെസ് ഇൻ പാസ്റ്റ്. ഫ്യൂച്ചർ ടെൻസിലെ വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്. ഞാൻ തയ്യാറായിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്ന വാക്കാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾ ഫോർ വുഡ്. ഇഫ് യു ഡിഡ് നോട്ട് ലീവ്, ഐ വുഡ് സ്റ്റിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് യു. സെക്കൻഡ്, whenever I had to go there, they would throw a party. Next, third one, we thought that people would buy this book. ഈ ബുക്ക് അവർ വാങ്ങിയിട്ടുണ്ടാകാം എന്ന് ഞങ്ങൾ കരുതി എന്നാണ് പറഞ്ഞത്, ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ, വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് വിൽ ആൻഡ് ഷാൾ. വില്ലിൻ്റെയും ഷാളിൻ്റെയും യൂസേജിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. Will and shall are modal verbs. They are used with the base form of the main verb. Shall is only used for future time reference with I and we and is more formal than will. വില്ലും ഷാളും പ്രധാന ക്രിയയുടെ കൂടെ തന്നെയാണ് ഉപയോഗിക്കുക. എവിടെയാണ്? ഫ്യൂച്ചർ ടെൻസിൽ, ഭാവി കാലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ. ഷാൾ ഐയുടെയും വിയുടെയും കൂടെ ഉപയോഗിക്കുമ്പോൾ അത് വില്ലിനേക്കാൾ ഫോമൽ ആയി മാറുന്നുണ്ട്. അതായത് ഐ വിൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫോമലാണ് ഐ ഷാൾ എന്ന് പറഞ്ഞാൽ, അതുപോലെ വി ഷാൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ വില്ലിൻ്റെയും ഷാളിൻ്റെയും യൂസസ്, ഉപയോഗമാണ് നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് വൺ പ്രഡിക്ഷൻ, പ്രവചനത്തിന് ഉപയോഗിക്കുന്നു. വി യൂസ് വിൽ ആൻഡ് ഷാൾ ടു മേക്ക് പ്രഡിക്ഷൻസ് ആൻഡ് ടു സ്റ്റേറ്റ് ഫാക്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പ്രവചിക്കാൻ ഉപയോഗിക്കുക. ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും, നാളെ ഇങ്ങനെ നടക്കും, നാളെ അത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വില്ലും ഷാളും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദർ വിൽ ബി സ്ട്രോങ് വിൻഡ്സ് ടുമോറോ ഇൻ ദ സൗത്ത് ഓഫ് ദ കൺട്രി. നാളെ നല്ല കനത്ത കാറ്റുണ്ടാവും എന്നാണ് പ്രവചനം. രാജ്യത്തിൻ്റെ സൗത്ത് ഭാഗത്ത് ദർ വിൽ ബി സ്ട്രോങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നാളെ നല്ല കനത്ത കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ ഉപയോഗമാണ് ഡിസിഷൻസ് ആൻഡ് ഓഫർ. തീരുമാനങ്ങളെക്കുറിച്ച് പറയാൻ, വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയാനൊക്കെ വില്ലും ഷാളും ഉപയോഗിക്കുക എന്നുള്ളത്. വിൽ ആൻഡ് ഷാൾ ആർ യൂസ്ഡ് ടു അനൗൺസ് ഡിസിഷൻസ് ആൻഡ് ടു മേക്ക് ഓഫേഴ്സ്. എന്താ? ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ട്, തീരുമാനം പറയാൻ വേണ്ടി, ഒരു ഓഫർ, വാഗ്ദാനം കൊടുക്കാൻ വേണ്ടിയൊക്കെ വില്ലും ഷാളും ഉപയോഗിച്ച് നമുക്ക് പറയാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വില്ലിൻ്റെയും ഷാളിൻ്റെയൊക്കെ ഷോർട്ട് ഫോം എഴുതുന്നത് കണ്ടോ? ഒരു അപ്പോസ്ട്രോഫി മാർക്ക് ഇട്ടതിന് ശേഷം 2 L ചേർത്താണ് എഴുതുക. ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, ഐ വിൽ ഓപ്പൺ ദ ഡോർ ഫോർ യു. ഇറ്റ്സ് ആൻ ഓഫർ. ഓഫറിന് എക്സാമ്പിളാണ്. സെക്കൻഡ്, ഐ ഷാൾ കോണ്ടാക്ട് യു അഗെയിൻ വെൻ ഐ ഹാവ് ഫർദർ ഇൻഫോർമേഷൻ. കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം, വീണ്ടും ഞാൻ നിങ്ങളെ ബന്ധപ്പെടാം. ഇറ്റ്സ് എ ഡിസിഷൻ അല്ലേ? അതുപോലൊരു ഓഫർ കൂടിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഷാള് ഐയുടെയും വിയുടെയും കൂടെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരിക്കൽ കൂടി പറയുകയാണ്. ഇനി ഒരു ഉപയോഗം കൂടിയാണത്, അപ്പോൾ അതും കൂടെ ഒന്നുകൂടെ പറയാം. We can use shall instead of will with I and we in statements for formal usage. ഔദ്യോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാ പറയുന്ന പോലെയല്ല, അത് കാഷ്വലാണ്. സാധാ പറയാത്ത രീതിയിൽ ഔദ്യോഗികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷാൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, വി ഷാൾ നെവർ ഫോർഗെറ്റ് ദ ഹോളിഡേ വി ഹാഡ് ഇൻ വിയറ്റ്നാം. വിയറ്റ്നാമിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്ന ഹോളിഡേ വി ഷാൾ നെവർ ഫോർഗെറ്റ്. നമ്മൾ ഒരിക്കലും മറക്കില്ല, ഉറപ്പാണ്. നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ഷുഡ്. ഷുഡ് ഈസ് ആൻ ഓക്സിലറി വെർബ്. വി യൂസ് ഷുഡ് മെയിൻലി ടു ഗിവ് അഡ്വൈസ് ഓർ മേക്ക് എ റെക്കമെൻഡേഷൻ. ടോക്ക് അബൌട്ട് ഒബ്ലിഗേഷൻ, ടോക്ക് അബൌട്ട് പ്രോബബിലിറ്റി ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഷുഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷുഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അഡ്വൈസ്, ഉപദേശം നൽകാൻ, അതുപോലെ കടപ്പാടുകൾ പറയാൻ, സാധ്യതകൾ പറയാൻ, പ്രതീക്ഷകൾ പറയാൻ. ഷുഡിൻ്റെ ഫസ്റ്റ് യൂസ് ഷുഡ് യൂസ് ഫോർ അഡ്വൈസ് ആൻഡ് ഒപ്പീനിയൻ. ഉപദേശിക്കാനോ അഭിപ്രായം പറയാനോ ഷുഡ് ഉപയോഗിക്കാം. ഷാളിൻ്റെ പാസ്റ്റ് ഫോമാണ് ഷുഡ് എന്ന് നമുക്കറിയാം. ഇവിടെ എക്സാമ്പിൾ, യു ഷുഡ് ട്രൈ ടു ലോസ് വെയിറ്റ്. വെയിറ്റ് കുറയ്ക്കാൻ നീ ശ്രമിക്കണം, തീർച്ചയായും ശ്രമിക്കണം. ഷുഡിൻ്റെ സെക്കൻഡ് യൂസേജ് ഷുഡ് യൂസ് ഫോർ ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി ആൻഡ് കറക്റ്റ്നെസ്. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ബി വിയറിംഗ് യുവർ സീറ്റ് ബെൽറ്റ്. ഉത്തരവാദിത്തത്തെ, കടമയെയൊക്കെ സൂചിപ്പിക്കാൻ ഷുഡ് ഉപയോഗിച്ചാണ് പറയുക. താങ്കൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ്, ഷുഡ് യൂസ് ഫോർ പ്രോബബിലിറ്റി ആൻഡ് എക്സ്പെക്റ്റേഷൻ. സാധ്യതകളെ, പ്രതീക്ഷകളെ ഒക്കെ സൂചിപ്പിക്കാൻ ഷുഡ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ആർ യു റെഡി? ദ ട്രെയിൻ ഷുഡ് ബി ഹിയർ സൂൺ. തീവണ്ടി തീർച്ചയായും ഇവിടെ എത്തിച്ചേരും. സോ പ്രോബബിലിറ്റി. കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരും. അതുവരെ ഗുഡ് ബൈ.